കൂടി ആയിട്ടുള്ളതാണ്. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം മേക്കപ്പ് എൻ്റെ മുന്നേ ഇതാ ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയ പോലെ തോന്നും. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം, ഇതെങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ. നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ട് തീരില്ല, ഇങ്ങനെ വീശ തന്നെ മാർഗം. ഏതാണ്ട് നിജാക്കഥം ഏതാണ്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. സോ നമ്മൾക്ക് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാണെങ്കിൽ നമ്മൾ കണ്ണിലത്തെ ഡാർക്ക് സർക്കിൾസ് കളയാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കളർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കളർ കറക്റ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ കൺസീലറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കളർ കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ കൺസീലർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഹൈഡായി പോകുന്ന പോലെ നമുക്ക് നല്ല പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊന്നുമില്ല, കാരണം തീർന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ തോണ്ടി എടുക്കും, കാരണം ഇത് സെഫോറയാണ്. കണ്ടോ, ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. പെർഫെക്റ്റ് കണ്ടോ, സീ ദ ഡിഫറൻസ്. ഇത് പെർഫെക്റ്റ് ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു കൺസീലർ ശേഷം ഞാൻ കുറച്ചുകൂടി ഡാർക്ക് ടോൺ ആയിട്ടുള്ള കൺസീലർ ഇട്ടു. ഇപ്പം എൻ്റെ കയ്യിൽ കളർ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ മേലെ, ആ ഡാർക്ക് ടോണിൻ്റെ മേലെ ഇടും. അപ്പോൾ നമ്മുടെ ആ മൊത്തം കളർ നല്ല ബ്ലെൻഡ് ആയിട്ടിരിക്കും, നമ്മുടെ കറക്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ഷെയ്ഡ് പോലെ ഇരിക്കും. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോലും പറ്റില്ല, കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഗായ്സ്, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, ഇതിനകത്ത് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണം. പൗഡർ ഇട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പുട്ടി മൊത്തം ഇളക്കി പോരും. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഗൈസ്, നമ്മുടെ ഈ കോമ്പാക്റ്റ് ഇല്ലെങ്കിൽ പടുവർ